ലോക്കൽ ഗവേണൻസ് എന്ന യൂണിറ്റിൽ നമ്മൾ യൂണിറ്റ് 13 ഡീസെൻട്രലൈസേഷൻ ആൻഡ് ലോക്കൽ ഗവേണൻസിൽ നമ്മൾ ഫീച്ചേഴ്സ് ഓഫ് 73rd ആൻഡ് 74th കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെൻറ്റ് വരെ ആയിരുന്നു പഠിച്ചു വെച്ചിരുന്നത്. നമ്മൾ ഫങ്ഷനിങ് ഓഫ് പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് നമ്മൾ നോക്കുന്നത്. നമ്മുടെ 73rd 74th അമെൻമെൻറ്റ് ഭരണഘടനാ ഭേദഗതി നന്നായിട്ട് മനസ്സിലായല്ലോ. അതായത് ഈ 74th 73rd അമെൻമെൻറ്റ് അല്ലെങ്കിൽ ഭരണഘടനാ ഭേദഗതിയോട് കൂടിയാണ് എന്ത് ചെയ്തത്, ഈ നമ്മുടെ ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് സ്വയം ഭരണ അധികാരം ലഭിക്കുന്നത്. അങ്ങനെയാണ് അവർ കുറച്ചും കൂടെ ആക്റ്റീവായിട്ട് പിന്നെ അവരുടെ റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ ചെയ്യാൻ തുടങ്ങിയത്. അപ്പോൾ എങ്ങനെയാണ് പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ ഫങ്ഷൻ ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ഗ്രാമസഭ ഇസ് ദ ബേസിക് യൂണിറ്റ് ഓഫ് ഇന്ത്യൻ ഡെമോക്രസി. ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ ബേസിക് യൂണിറ്റ് എന്നറിയപ്പെടുന്നത് ഗ്രാമസഭയാണ്. അക്കോർഡിംഗ് ടു ആർട്ടിക്കിൾ 243A of Indian Constitution, a Gram Sabha may exercise such powers and perform such functions at a village level as the legislature of a state may by law provide. അതായത് ഒരു ഗ്രാമസഭ അതിൻ്റെ പവർ പെർഫോം ചെയ്യുന്നത് വില്ലേജ് ലെവലിലായിരിക്കും. അറിയാമല്ലോ, ഗ്രാമസഭ ഗ്രാമങ്ങളിലാണ് അതിൻ്റെ പവർ കാണിക്കുന്നത്. ആ ഗ്രാമസഭ ഒരു സ്റ്റേറ്റിൽ ഒരു ലെജിസ്ലേച്ചർ, അതായത് ഒരു സംസ്ഥാനത്ത് ഒരു നിയമസഭ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് അതുപോലെയാണ് ഒരു വില്ലേജിൽ ഗ്രാമസഭ പ്രവർത്തിക്കുന്നത്. ദ എലക്റ്റഡ് റെപ്രസെൻറ്റേറ്റീവ്സ് ആർ മെയ്ഡ് അക്കൗണ്ടബിൾ ടു ദ ഇലക്ടറേറ്റ് ത്രൂ ദ ഗ്രാമസഭാസ്. അപ്പോൾ എന്ത് ചെയ്യുന്നു, ഈ ഗ്രാമസഭയിൽ ആളുകളെ നമ്മൾ എലക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. എലക്റ്റഡ് റെപ്രസെൻറ്റേറ്റീവ്സ് ആണ് അവിടെ എന്തിന് ഉത്തരവാദിത്തം വഹിക്കുന്നത്, ഗ്രാമസഭയുടെ ഉത്തരവാദിത്തങ്ങൾ വഹിക്കുന്നത്. ഹെൻസ് ദേ ഹാവ് ടു ബി വിജിലൻ്റ് ആൻഡ് സെൻസിറ്റീവ് ടു ദെയർ ഓൺ പ്രോബ്ലംസ് ആൻഡ് ഓൺലി ദെൻ ദ PRA ക്യാൻ ബി സക്സസ്ഫുൾ. അതുകൊണ്ട് തന്നെ അവർ എന്താവണം, വളരെ വിജിലൻ്റായും സെൻസിറ്റീവായിട്ടും ഇരുന്നാൽ മാത്രമാണ് അവരുടെ പ്രോബ്ലംസിനെ കുറിച്ച് അറിയുകയും അത് നല്ല രീതിയിൽ PRA പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഫങ്ഷൻ ചെയ്യാനും അത് സക്സസ്ഫുൾ ആവാനും സാധിക്കുകയുള്ളൂ. അറ്റ് ദ സെയിം ടൈം ഇറ്റ് ഹാസ് ടു മെറ്റ് പീരിയോഡിക്കലി വിത്ത് മാക്സിമം പാർട്ടിസിപ്പേഷൻ ഓഫ് പീപ്പിൾ. അതായത് നിശ്ചിത കാലയളവിൽ അവരെന്ത് ചെയ്യണം, മീറ്റിംഗ്സ് കണ്ടക്ട് ചെയ്യണം. ഇനിഷ്യലി ദിസ് വാസ് നോട്ട് ഹാപ്പനിങ് ആൻഡ് ദ ബെനിഫിറ്റ് ഡിഡ് നോട്ട് റീച്ച് ദ നീഡി. ആദ്യ സമയങ്ങളിൽ എന്ത് ചെയ്തിരുന്നില്ല, ഇങ്ങനെയുള്ള മീറ്റിംഗ് ഒന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്തില്ല, ഇതിൻ്റെ നല്ല ബെനിഫിറ്റ്സ് ഒന്നും ജനങ്ങൾക്ക് അല്ലെങ്കിൽ ആവശ്യമുള്ള ജനങ്ങൾക്ക് അതിൻ്റെ കൃത്യമായ രീതിയിലുള്ള ഫലങ്ങളൊന്നും ലഭിച്ചില്ലെന്ന് തന്നെ പറയാം. However, in some states the Gram Sabha started meeting on a more regular basis and the benefits of the rural development program started reaching the common man. പക്ഷേ ചില സംസ്ഥാനങ്ങളിൽ ഗ്രാമസഭ കറക്റ്റായിട്ട് റെഗുലറായിട്ട് മീറ്റിംഗ് കണ്ടക്ട് ചെയ്യുകയും അതിൻ്റെ ഭരണം അല്ലെങ്കിൽ ആ മീറ്റിങ്ങിലൂടെ ആ വില്ലേജിലുള്ള പ്രശ്നങ്ങളെല്ലാം എലക്റ്റഡ് റെപ്രസെൻറ്റേറ്റീവ്സിൽ കൊണ്ടുവരികയും അവരതിന് വേണ്ട തീരുമാനങ്ങൾ എടുക്കുകയും അവിടെ എന്ത് ചെയ്തു, റൂറൽ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാംസ് ഒക്കെ ഉണ്ടാവുകയും ഗ്രാമീണ വികസന പ്രോഗ്രാംസ് ഒക്കെ ഉണ്ടാവുകയും അത് കോമൺ മാനിലെത്തുകയും ചെയ്തു. അറ്റ് ദ സെയിം ടൈം ഇൻ സം കേസസ് ഇൻക്രീസ് പാർട്ടിസിപ്പേഷൻ ഓഫ് ദ ലോക്കൽ കമ്മ്യൂണിറ്റീസ് ഓൾസോ ബീങ് വിറ്റ്നസ്ഡ്. In the state of Kerala, where the first Gram Sabha was organized was back in 1996, more than 2 million persons participated in it. In general, the Gram Sabha were a huge success and generated public debate on development all over Kerala. കേരളത്തിൽ നമുക്ക് ഗ്രാമസഭ സക്സസ് ആണെന്ന് തന്നെ പറയാം. ഇൻ മധ്യപ്രദേശ് ദ ഗ്രാമസഭ ഗോട്ട് എ ന്യൂ സ്റ്റാറ്റസ് ത്രൂ എ സ്റ്റേറ്റ് ലോ ടു എൻഷുർ ഹോളിസ്റ്റിക് ഡെവലപ്മെൻറ്റ് ഓഫ് വില്ലേജസ്. മധ്യപ്രദേശിൽ അവർക്കൊരു പുതിയ വേറൊരു രീതിയിലാണ് അവർ ഗ്രാമസഭ കൊണ്ടുവന്നത്. അതായത് ഒരു മൊത്തത്തിലുള്ള ഒരു ഹോളിസ്റ്റിക് ഡെവലപ്മെൻറ്റ് ഓഫ് വില്ലേജസ് ആണ് അവർ നടത്തിയത്. ഇൻ വെസ്റ്റ് ബംഗാൾ അബ്സല്യൂട്ട് പവർ ഹാസ് ബീൻ ഗിവൺ ടു ഗ്രാമസഭ ഇൻ റെസ്പെക്ട് ഓഫ് സെലക്ഷൻ ഓഫ് ബെനിഫിഷ്യറീസ് അണ്ടർ ദ പോവർട്ടി എലിഗേഷൻ പ്രോഗ്രാംസ്. ദാരിദ്ര്യ നിർമ്മാർജ്ജന പ്രോഗ്രാമുകൾക്കൊക്കെ ഫുൾ ഉത്തരവാദിത്വം വെസ്റ്റ് ബംഗാളിൽ ഗ്രാമസഭയ്ക്ക് കൊടുത്തിരുന്നു. The 11th schedule, which assigned 29 subject to PRA, have been added in the body of the constitution. അതായത് നമ്മുടെ ഭരണഘടനയിൽ
പതിനൊന്നാമത്തെ പട്ടികയിൽ 29 വിഷയങ്ങളുണ്ട്. ഈ 29 വിഷയങ്ങളിൽ തീരുമാനം എടുക്കാനുള്ള അധികാരം ഗ്രാമവുമായി ബന്ധപ്പെട്ട് നമുക്ക് ആർക്ക് കൊടുത്തു? ഗ്രാമസഭയ്ക്ക് കൊടുത്തു. അതായത് 29 വിഷയങ്ങൾ 11th ഷെഡ്യൂൾ, അതായത് 11ാമത്തെ പട്ടികയിൽ, കർണാടകയിൽ ഉള്ള 29 വിഷയം 11ാമത്തെ പട്ടികയിൽ 29 വിഷയങ്ങൾ ആർക്ക് അസൈൻ ചെയ്ത് കൊടുത്തു? PRI ഇൻസ്റ്റിറ്റ്യൂഷൻസിന് അസൈൻ ചെയ്ത് കൊടുത്തു. ഇറ്റ് വാസ് accepted that the state legislature by law would endow such powers and authority to panchayat so that they could function as institutions of self government. അതായത് അതിലെന്താ പ്രതീക്ഷിച്ചതെന്ന് വെച്ചാൽ, ഈ പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻസിന്, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് സ്വയംഭരണ അധികാരം കൊടുക്കുന്നതോടുകൂടി അവർ കുറച്ചുകൂടി എന്ത് ചെയ്യും? ഫങ്ഷൻ ചെയ്യാൻ കഴിയും. അവർക്ക് കുറച്ചുകൂടി ആക്റ്റീവായിട്ട് ഫങ്ഷൻ ചെയ്യാൻ കഴിയുമെന്നാണ് അവർ എക്സ്പെക്ട് ചെയ്തത്. ബട്ട് ദ പവേഴ്സ് ആൻഡ് ഫങ്ഷൻസ് വെയർ നോട്ട് ആക്ച്വലി ട്രാൻസ്ഫേർഡ് ടു ദ PRIs ഇൻ ദ ട്രൂ സെൻസ് ഓഫ് ദ ടേം. പക്ഷേ ശരിക്കും പറഞ്ഞാൽ ഈ പറഞ്ഞ കണക്ക് പവറും ഫങ്ഷൻസും ഒന്നും നല്ല രീതിയിൽ ആക്ച്വലി അവർക്ക് ട്രാൻസ്ഫർ ചെയ്ത് കിട്ടിയില്ല എന്നാണ് പറയേണ്ടത്. സോ നോ ഡീറ്റെയിൽഡ് എക്സിക്യൂട്ടീവ് ഇൻസ്ട്രക്ഷൻസ് റിഗാർഡിംഗ് ഡെവല്യൂഷൻ വെയർ ഇഷ്യൂഡ്. അതായത് അധികാരം ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് കൊടുത്തപ്പോൾ എന്തൊക്കെ അധികാരങ്ങളാണ് എന്നുള്ളതൊന്നും കൃത്യമായിട്ട് ആർക്കും പിടികിട്ടിയിട്ടില്ല എന്നുള്ളതായിരുന്നു സത്യം. ദ സ്പിയർ ഓഫ് ആക്ടിവിറ്റി ഓഫ് ഈച്ച് ടയർ അണ്ടർ ഈച്ച് ഐറ്റം ഹാസ് നോട്ട് ബീൻ ഡിഫൈൻഡ് ആൻഡ് ഈസ് ലെഫ്റ്റ് ടു ദ ഡിസ്ക്രിപ്ഷൻ ഓഫ് ദി കൺസേൺഡ് സ്റ്റേറ്റ് ഗവർണൻസ്. ആസ് എ റിസൾട്ട് ദെയർ എക്സിസ്റ്റ് വേരിയേഷൻ ഫ്രം സ്റ്റേറ്റ് ടു സ്റ്റേറ്റ് വിത്ത് റിഗാർഡ് ടു അസൈനിങ് പവേഴ്സ് ആൻഡ് ഫങ്ഷൻസ് ടു ദ ഈച്ച് ടയർ ഓഫ് PRI. The state of Karnataka, for example, state government has retained many regulatory, controlling and supervisory powers, which in fact takes away the autonomy of the PRIs. അതായത് കർണാടകയിൽ അപ്പോൾ ഓരോ സ്റ്റേറ്റും ഓരോ രീതിയിലായിരുന്നു അവരുടെ PRI ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ ട്രീറ്റ് ചെയ്തത്. അപ്പം ശരിക്കും പറഞ്ഞാൽ ഈ PRI ഇൻസ്റ്റിറ്റ്യൂഷൻസിന് ഫങ്ഷൻ ചെയ്യാനായിട്ട് കറക്റ്റായിട്ടൊരു റൂളോ അല്ലെങ്കിൽ കറക്റ്റായിട്ട് അവരുടെ ഫങ്ഷൻസ് എന്താണെന്നോ ഒന്നുമുള്ള രേഖകളൊന്നും ഇല്ലാതിരുന്നത് കൊണ്ട് അവിടെ കറക്റ്റായിട്ട് അവർക്ക് ഫങ്ഷൻ ചെയ്യാൻ കഴിഞ്ഞില്ല. കർണാടകയിൽ ഒരു എക്സാമ്പിൾ പറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞാൽ, കർണാടകയിൽ അവിടെ ഒരുപാട് നിയന്ത്രണ റൂളുകളും കൺട്രോളിങ്ങും ആയിട്ടുള്ള റൂളുകളും ഒക്കെ ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ ഈ സ്വയം ഭരണം നല്ല രീതിയിൽ PRIയുടെ നടന്നില്ലെന്നാണ് പറയുന്നത്. Under governmental direction, each level is now conducting activity mapping. The activity mapping now be undertaken by state is being done in the expectation that it will identify the functions that are to be performed at each level of panchayat. This will help in assessing the revenues required and assigning its sources. In addition, it will help in the devolution of functions to implement these activities. ഗവൺമെൻറ്റിൻ്റെ നിർദ്ദേശപ്രകാരം ഇപ്പോൾ എന്താ നടക്കുന്നതെന്ന് വെച്ചാൽ, ഈ ഓരോ ലെവൽ പഞ്ചായത്ത് ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ ഓരോ ലെവലും ആക്ടിവിറ്റി മാപ്പിംഗ് നടത്തുന്നുണ്ട്. എന്താണ് ആക്ടിവിറ്റി മാപ്പിംഗ് എന്ന് വെച്ചാൽ, നമ്മളുടെ ഓരോ ഇപ്പം ഗ്രാമപഞ്ചായത്ത്, അതുപോലെ ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത്, അങ്ങനെ ഓരോ മേഖലകളിലുമുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് അറിഞ്ഞ് ആവശ്യമുള്ള റവന്യൂ എത്രയാണെന്നൊക്കെ അറിഞ്ഞിട്ട് ഗവൺമെൻറ്റിന് കൊടുക്കുമ്പോൾ അവർക്ക് നല്ല രീതിയിൽ അതിൽ ഉള്ള പോളിസി ആയാലും വികസനമായാലും കൊണ്ടുവരാൻ സാധിക്കും. ദ ഫങ്ഷനിങ് ഓഫ് ദ PRIs വിത്ത് റിഗാർഡ് ടു ദ മാൻഡേറ്ററി പ്രൊവിഷൻ ഫോർ റിസർവേഷൻ ഓഫ് സീറ്റ് ഫോർ ദ ഷെഡ്യൂൾഡ് കാസ്റ്റ്, ഷെഡ്യൂൾഡ് ട്രൈബ് ആൻഡ് 1/3 റിസർവേഷൻ ഫോർ വുമൺ റിവീൽ ദാറ്റ് ഇൻ സ്പൈറ്റ് ഓഫ് ദ റിസർവേഷൻ ഫോർ ദ എബോവ് കാറ്റഗറി ദ പ്രോബ്ലംസ് ഹാസ് not been completely solved. In most states, democratic decentralization has made politics more inclusive of women, SC/ST, but has done far less to empower them. അതായത് ഈ നമ്മുടെ PRI ആക്ടിനകത്ത് പറയുന്നുണ്ട്, പിന്നെ SC-കാർക്ക്, അതായത് ഷെഡ്യൂൾഡ് കാസ്റ്റുകാർക്ക്, ഈ പട്ടികജാതി പട്ടികവർഗം ഉണ്ടല്ലോ, അവർക്ക് റിസർവേഷനുണ്ട്, സംവരണമുണ്ട്. അതുപോലെ വുമൺസിനും സംവരണമൊക്കെ ഉണ്ട്. പക്ഷേ ആക്ച്വലി ഈ സംവരണമൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ കൂടിയും നല്ല രീതിയിൽ വുമണോ അല്ലെങ്കിൽ താഴ്ന്ന ജാതിയിൽപ്പെട്ട ആളുകളോ ഒന്നും ഇതിൽ വന്നില്ല എന്നുള്ളതാണ് ശരിക്കും പറയുന്നത്. ഇനിഷ്യലി ബൈ ലാർജ് ആൻഡ് ഓൺലി ദോസ് ഇൻഡിവിജ്വൽസ് വെയർ എലക്റ്റഡ് ഫ്രം റിസർവ്ഡ് കോൺസ്റ്റിറ്റ്യൂഷൻസി who had the patronage of the dominant sections of the society and who functioned like the mouthpiece of the affluent sections in the formal meeting of PRIs. Women members acted on behalf of the male members for their family, but slowly this scenario started changing and today the situation is much better.
ഇതിൽ പറയുന്നതെന്ന് പറഞ്ഞാൽ ആദ്യ സമയങ്ങളിൽ PREയുടെ ഫങ്ഷൻസൊക്കെ വളരെ മോശം തന്നെ ആയിരുന്നു. നമ്മൾ എന്തൊക്കെ അതിനകത്ത് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ കൂടിയും അതിൽ വരുന്ന ആളുകളും, അതായത് മാർജിനലൈസ്ഡ് ആയിട്ടുള്ള ആളുകളൊക്കെ അതിൽ വരുന്നതും അല്ലെങ്കിൽ അവർ അതിനകത്ത് ഇൻവോൾവ് ആവുന്നതും അതിൻ്റെ പാർട്ടിസിപ്പേഷനൊക്കെ വളരെ കുറവായിരുന്നു. പക്ഷേ കാലക്രമേണ എന്ത് ചെയ്തു, ആ സിനാരിയോ ചേഞ്ച് ആയെന്നാണ് പറയുന്നത്. ടുഡേ ദ ഡെമോക്രാറ്റിക് ബേസ് ഓഫ് ദ വുമൺ ഹാസ് ബീൻ വിറ്റ്നസ്ഡ്. നമുക്കിപ്പോൾ അറിയാം അതായത് ജനാധിപത്യത്തിൽ ഒരു വുമണിന് എത്രത്തോളം പിന്നെ പ്രാധാന്യമുണ്ടെന്നുള്ളത്. ഇറ്റ് ഹാസ് ഓൾസോ മോട്ടിവേറ്റഡ് മെനി വുമൺ ടു കോണ്ടസ്റ്റ് എലക്ഷൻസ് ആൻഡ് പാർട്ടിസിപ്പേറ്റ് ഇൻ ദ പൊളിറ്റിക്കൽ പ്രോസസ്സ് ഇല്ലേ. ഇപ്പോൾ ഒരുപാട് മാറിയിട്ടുണ്ട്. വുമൺസ് ഇപ്പോൾ നേരത്തെ എന്ന് പറഞ്ഞാൽ സപ്രസ്ഡ് ആയിരുന്നു വുമൺസ്. നമ്മുടെ സൊസൈറ്റിയിൽ അവർ സപ്രസ്ഡ് ആയിരുന്നു. അവർക്ക് എത്ര നമ്മൾ സപ്പോർട്ട് ചെയ്താൽ തന്നെയും മുമ്പോട്ട് വരാൻ വലിയ പാടായിരുന്നു. പക്ഷേ ഇന്നത്തെ സമൂഹം അങ്ങനെയല്ല. ഇന്ന് തിങ്സ് എല്ലാം കംപ്ലീറ്റ്ലി ചേഞ്ച് ആയിട്ടുണ്ട്. ഇന്ന് ഏതൊരു മേഖല എടുത്താലും നമ്മൾ അവിടെ ഒരു വുമൺ, വളരെ ചുരുക്കമാണ്, അതിൽ കൂടുതൽ കാണും, ഒരു വുമൺ എങ്കിലും ഇല്ലാതില്ല. ഒരുപാട് മാറ്റം സംഭവിച്ചിരിക്കുന്നു. ഇറ്റ് ഈസ് ക്ലിയർ ദാറ്റ് വുമൺ ലീഡർഷിപ്പ് ഇൻ പഞ്ചായത്ത് ഈസ് ട്രാൻസ്ഫോമിങ് ഇന്ത്യ. പഞ്ചായത്തുകളിൽ വുമണിൻ്റെ ലീഡർഷിപ്പ് എന്ത് ചെയ്യുന്നു, ഇന്ത്യയെ ട്രാൻസ്ഫോം ചെയ്യുന്നു, മാറ്റുന്നു. ദീസ് എലക്റ്റഡ് വുമൺ നൗ റോൾ മോഡൽസ് ടു ദ അതർ വുമൺ ഇൻ ദെയർ കമ്മ്യൂണിറ്റീസ്. ഇപ്പോൾ ഒരു കമ്മ്യൂണിറ്റിയിൽ, ഇപ്പോൾ ഏതെങ്കിലും ഒരു കമ്മ്യൂണിറ്റി നമ്മൾ എടുക്കുവാണേ, ഇപ്പോൾ നോക്കട്ടെ, ഒരു ജില്ലയിൽ ഏതെങ്കിലും ഒരു കമ്മ്യൂണിറ്റി ഒരു സ്ഥലം എടുത്തു. ഇപ്പോൾ എൻ്റെ സ്ഥലം എടുക്കാം, നമുക്കിപ്പം എൻ്റെ സ്ഥലം തഴുത്തലയാണ്. അപ്പം തഴുത്തലയിൽ ഒരു സ്ഥലം എടുത്തിട്ട് അവിടെ ഉള്ളൊരു കമ്മ്യൂണിറ്റിയിൽ ഒരു വനിത പഞ്ചായത്തി രാജിൻ്റെ ഇലക്റ്റഡ് റെപ്രസെൻറ്റേറ്റീവ് ആയിട്ട് വന്നിട്ട് അവരവിടെ ഭയങ്കര വികസനവും നല്ല പ്രവർത്തനങ്ങളൊക്കെ നടത്തി വരുമ്പം അതിലുള്ള മറ്റുള്ള സ്ത്രീകൾക്ക് എന്താണ്, അവരൊരു പ്രചോദനമാണ്. മറ്റുള്ളവർ അതുപോലെ വരാനായിട്ട് ശ്രമിക്കുന്നു. ദ സക്സസ്ഫുൾ സ്റ്റോറി നമ്പേഴ്സ് ഇൻ മില്യൺസ്. ഒരുപാട് അങ്ങനെയുള്ള സ്റ്റോറീസ് ഉണ്ട്. അനദർ ഇമ്പോർട്ടൻറ്റ് ഇഷ്യൂ ഇൻ ദ ഫങ്ഷനിങ് ഓഫ് പഞ്ചായത്ത് രാജ് ഇസ് ദി ഫിനാൻസ്. ഇനി അത് നല്ലതുപോലെ ഈ പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് വർക്ക് ചെയ്യാൻ പറ്റാതിരുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഫിനാൻസ് ആണ്. ഫിനാൻസ് എന്ന് വെച്ചാൽ കാശ്. ത്രൂ മെനി പ്രൊവിഷൻസ് ഹാസ് ബീൻ മെയ്ഡ് ഇൻ ദ ആക്ട് വിത്ത് റിഗാർഡ് ടു ഇംപ്രൂവിംഗ് ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റസ് ഓഫ് ദ പഞ്ചായത്ത്, സ്റ്റിൽ ദ ഫിനാൻഷ്യൽ ഓട്ടോണമി ഓഫ് ദ PRI ഈസ് റെസ്ട്രിക്റ്റഡ്. അതായത് ഒരുപാട് നിയമങ്ങളൊക്കെ വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് അവരുടെ ഫിനാൻസ്, പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ ഫിനാൻസുമായി ബന്ധപ്പെട്ട് ഒരുപാട് ആക്റ്റൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ കൂടിയും ഇപ്പോഴും അവർക്ക് സാമ്പത്തിക സ്വയംഭരണം എന്ന് പറയുന്നത് വളരെ ലിമിറ്റഡ് ആണെന്നാണ് പറയുന്നത്. ഓൺലി ഇൻ ദ സ്റ്റേറ്റ് ഓഫ് കേരള ദർ ഇസ് ലാർജ് ഡിഗ്രി ഓഫ് ഓട്ടോണമി as 40% of the fund under general sector were in united form. States like Gujarat, Karnataka, Madhya Pradesh and Maharashtra provide substantial funds to Shila Parishad, but even they do not give much more scope PRIs in terms of autonomy, as funds are invariably tied to a particular program or scheme. അങ്ങനെ പറയുമ്പോഴാണെങ്കിൽ നമ്മുടെ കേരളയുടെ കേസ് എടുക്കുകയാണെങ്കിൽ കേരളത്തിൽ എന്തുണ്ട്, കുറച്ച് ഓട്ടോണോമിയൊക്കെ കൊടുക്കുന്നുണ്ട്. എന്തിന്, PRI ഇൻസ്റ്റിറ്റ്യൂഷൻസിനൊക്കെ കുറച്ച് 40% പിന്നെ കൊടുക്കുന്നുണ്ട്. പക്ഷേ കർണാടക, ഗുജറാത്ത്, മധ്യപ്രദേശ്, മഹാരാഷ്ട്രയിലൊക്കെ വളരെ ലിമിറ്റഡ് ആണെന്നാണ് പറയുന്നത്. PRIs do not have the incentives to raise revenues. അതായത് അവർക്ക് വരുമാനം കൂട്ടാനുള്ള ഇൻസെൻറ്റീവ്സ് ഒന്നും ഇല്ല. ദ മേജർ പോർഷൻ ഓഫ് ദ ട്രാൻസ്ഫേഴ്സ് ഈസ് സ്കീം ബേസ്ഡ്. ഓരോ സ്കീമിനനുസരിച്ചാണ് അവർക്ക് എന്ത് കൊടുക്കുന്നത്, ഈ റവന്യൂ കൊടുക്കുന്നത്. they have to depend on the devolutions and the grant in aid from the സ്റ്റേറ്റ് ഗവൺമെൻറ്റിൽ നിന്നുള്ള ഗ്രാൻറ്റിനൊക്കെ അവർ ആശ്രയിച്ചിരുന്നാലേ അവരുടെ മറ്റുള്ള കാര്യങ്ങൾ നടന്നു പോവുള്ളൂ. Besides, most of the states have not transferred fund for the subjects ട്രാൻസ്ഫർ ടു ദ PRIs. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞു 29 സബ്ജക്ട്സ് അവർക്കുണ്ട്. അപ്പോൾ അതനുസരിച്ചുള്ള ഫണ്ടൊന്നും അവർക്ക് കിട്ടാറില്ല. അതുകൊണ്ട് തന്നെ അവിടെ അവരുടെ ഒരു ഫിനാൻഷ്യലി അവർ വളരെ സ്ട്രഗിൾ ചെയ്യുകയാണ് ഫങ്ഷൻ ചെയ്യാനായിട്ട്. Another important aspect observed in the functioning of PRI is the problem of coordination among the three levels of PRIs on the one hand and bureaucracy and NGOs on the other hand. അതായത് പിന്നെ PRIs ഫങ്ഷൻ ചെയ്യുന്നതിലൊരു പ്രോബ്ലം എന്താണെന്ന് ചോദിച്ചാൽ
നമ്മൾ പറയില്ലേ 3 തലത്തിലാണ് ഈ പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് വർക്ക് ചെയ്യുന്നത്. ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത്. ഈ 3 ലെവൽ തമ്മിൽ ആ ഒരു കോർഡിനേഷൻ ഇല്ലായ്മ, അതുപോലെ തന്നെ പിന്നെ ബ്യൂറോ ഉദ്യോഗസ്ഥരും അതുപോലെ എൻ ജി ഒസ് നമ്മൾ നേരത്തെ പറഞ്ഞു നോൺ ഗവൺമെൻറ്റൽ ഓർഗനൈസേഷൻസ് ആണെന്ന്. അവരുമായിട്ടൊന്നും ഒരു കോർഡിനേഷൻ ഇല്ലായ്മ എന്ത് ചെയ്തു, ഈ PRI ഇൻസ്റ്റിറ്റ്യൂഷൻസ് നല്ല രീതിയിൽ ഫങ്ഷൻ ചെയ്യാൻ കഴിയാതെ ആക്കി. പിന്നെന്താണ്, ambiguous related to the distribution of powers and functions among the 3 tiers of PRIs mentioned in the 11th schedule. 11th schedule PRIസിനുള്ള സബ്ജക്ട്സ് ഒക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെയും ഇപ്പം ഗ്രാമപഞ്ചായത്തിന് എന്താണ്, ബ്ലോക്ക് പഞ്ചായത്തിന് എന്താണ്, ജില്ലാ പഞ്ചായത്തിന് എന്താണെന്ന് വ്യക്തമാക്കിയിട്ടില്ല. അപ്പോൾ ആ ഒരു അവ്യക്തത അവരിൽ ഫങ്ഷൻ ചെയ്യാനായിട്ട് ബുദ്ധിമുട്ട് ഉണ്ടാക്കി. പിന്നെ ലാക്ക് ഓഫ് ക്ലാരിറ്റി ഓൺ ദ റോൾ ഓഫ് PRI ആസ് പ്ലാനിങ് ആൻഡ് ഇംപ്ലിമെൻറ്റിംഗ് ഏജൻസീസ്. പ്ലാൻ ചെയ്ത് ഇംപ്ലിമെൻ്റ് ചെയ്യുന്ന ഏജൻസി എന്ന നിലയിൽ അവരിൽ ഒരു ലാക്ക് ഓഫ് ക്ലാരിറ്റിയിൽ ഒരു ക്ലാരിറ്റി ഇല്ലായ്മ ഉണ്ടായിരുന്നു. പിന്നെ ആബ്സെൻസ് ഓഫ് അണ്ടർസ്റ്റാൻഡിങ് വിത്ത് റിഗാർഡ് ടു ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ PRIs ആൻഡ് ലോക്കൽ ലെവൽ ബ്യൂറോക്രസി. PRIയുടെയും ലോക്കൽ ലെവൽ ഉദ്യോഗസ്ഥ വൃന്ദവുമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ്, നല്ല രീതിയിലൊരു റിലേഷൻഷിപ്പ് ഇല്ലായിരുന്നു എന്ന് തന്നെ പറയാം. പിന്നെന്താണ്, പ്രോബ്ലം ഓഫ് ഓപ്പൺ കോമ്പറ്റീഷൻ ബിറ്റ്വീൻ PRIs ആൻഡ് NGOസും PRIസുമായിട്ടൊരു ഓപ്പൺ കോമ്പറ്റീഷൻ തന്നെ ഉണ്ടായിരുന്നു. ഈ ഫാക്ടേഴ്സൊക്കെ എന്ത് ചെയ്തു, അവരുടെ കോർഡിനേഷൻ ഇല്ലായ്മയ്ക്കും പിന്നെ അവർക്ക് ഓരോ ഡൗട്ട് അവരുടെ ഫംഗ്ഷനുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുന്നതിനുമൊക്കെ കാരണമായി. അപ്പം ശരിക്കും പറഞ്ഞാൽ PRIയുടെ ഫങ്ഷനിങ് നമ്മൾ ആദ്യം പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം അത് നല്ല രീതിയിലൊന്നും അതിന് ഫങ്ഷൻ ചെയ്യാൻ കഴിഞ്ഞില്ലെന്ന് തന്നെ പറയാം. ഒന്നാമത്തെ കാര്യം എന്തായിരുന്നു, നമ്മൾ പറഞ്ഞ ഏറ്റവും ബേസിക് യൂണിറ്റ് ഗ്രാമസഭയാണെന്ന് പറഞ്ഞു. ഗ്രാമസഭയിൽ ജനങ്ങൾ അവരുടെ റെപ്രസെൻറ്റേറ്റീവ്സിനെ എലക്ട് ചെയ്യുമെന്ന് പറഞ്ഞു. അവരാണ് പിന്നെ അതിൻ്റെ വികസനത്തിന് വേണ്ടിയിട്ടും അവിടുത്തെ വെൽഫെയർ പ്രോഗ്രാംസിനൊക്കെ വേണ്ടിയിട്ടും ഇനിഷ്യേറ്റീവ് എടുക്കുന്നതെന്ന് നമ്മൾ പറഞ്ഞു. പിന്നെ നമ്മൾ എന്താ പറഞ്ഞത്, അവിടെ അങ്ങനെയുള്ള ഈ ഗ്രാമസഭ അല്ലെങ്കിൽ ഗ്രാമപഞ്ചായത്തിന് ഫങ്ഷൻ ചെയ്യാനുള്ള ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണെന്ന്, നല്ല രീതിയിൽ ഫങ്ഷൻ ചെയ്യാൻ കഴിയാത്തതിൻ്റെ ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണെന്ന് നമ്മൾ പറഞ്ഞു. എന്താണ് ആദ്യം പറഞ്ഞത്, നമ്മൾ എന്താ പറഞ്ഞത്, അതായത് ഓരോ ടയറിലുള്ള പഞ്ചായത്തുകൾക്കും ചെയ്യേണ്ട ഡ്യൂട്ടീസിനെ കുറിച്ചോ അല്ലെങ്കിൽ കറക്റ്റായിട്ടുള്ള റെസ്പോൺസിബിലിറ്റീസിനെ കുറിച്ചോ വ്യക്തത കുറവുണ്ടായിരുന്നു. പിന്നെ എന്താണ്, ആളുകൾ മുന്നോട്ട് വരാൻ മടിച്ചിരുന്നു. SC/ST വുമൺ റിസർവേഷനൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ കൂടിയും എന്ത് ചെയ്തില്ല, ആളുകൾ മുന്നോട്ട് വന്നിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അവരുടെ ഫിനാൻസ്, അവർക്ക് ഫങ്ഷൻ ചെയ്യാൻ ആവശ്യമുള്ള റവന്യൂ ഇല്ലാതിരുന്നു. പിന്നെ എന്താണ്, അവരും പിന്നെ NGOസും അവരും ലോക്കൽ ലെവൽ ബ്യൂറോക്രസിയും ഒക്കെ ആയിട്ട്, അല്ലെങ്കിൽ മറ്റ് 3 ടയറിലുള്ള പഞ്ചായത്ത് രാജിലെ ആളുകളുമായിട്ട് നല്ലൊരു കോർഡിനേഷൻ ഇല്ലായ്മ ഉണ്ടായിരുന്നു. പിന്നെ അവർക്ക് ഓരോരുത്തർക്കും ചെയ്യേണ്ട ഡ്യൂട്ടി അല്ലെങ്കിൽ റെസ്പോൺസിബിലിറ്റി എന്താണെന്നുള്ളതിൽ ക്ലാരിറ്റി കുറവുണ്ടായിരുന്നു. അങ്ങനെയൊക്കെ വരുമ്പോൾ അവർക്ക് കൃത്യമായിട്ട് ഫങ്ഷൻ ചെയ്യാൻ കഴിഞ്ഞില്ല. ഇതായിരുന്നു നമ്മൾ പറഞ്ഞത്. അങ്ങനെ ഇരിക്കുമ്പോൾ there are measures being taken to improve the functioning of PRIs. അപ്പോൾ എന്ത് ചെയ്തു, ഈ PRIസിൻ്റെ ഫങ്ഷൻ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്, അവരുടെ ഇതൊക്കെ ഇമ്പ്രൂവ് ആവാൻ വേണ്ടിയിട്ട് കുറച്ച് മെഷേഴ്സൊക്കെ കൊണ്ടുവന്നു. എന്താണെന്ന് നോക്കാം. ഇവോൾവിങ് എ പാർട്ടിസിപ്പേറ്ററി കൾച്ചർ ആൻഡ് സ്ട്രെങ്തനിങ് കോർഡിനേഷൻ ബിറ്റ്വീൻ PRIs ആൻഡ് അതർ ബോഡീസ് ഫങ്ഷനിങ് അറ്റ് ഗ്രാസ് റൂട്ട് ലെവൽസ്. അതായത് ഒരു പാർട്ടിസിപ്പേറ്ററി കൾച്ചർ കൊണ്ടുവന്നു, എല്ലാവരെയും പങ്കെടുപ്പിക്കുന്ന ഒരു കൾച്ചർ കൊണ്ടുവന്നിട്ട്, ഉൾക്കൊള്ളിക്കുന്ന ഒരു കൾച്ചർ കൊണ്ടുവന്നിട്ട് എന്ത് ചെയ്തു, കോർഡിനേഷൻ PRIസും ലോക്കൽ ലെവൽ ഗ്രാസ് റൂട്ട്, അതായത് അങ്ങ് അടിത്തട്ടിലുള്ള NGOസ് പോലുള്ള ബോഡീസും ഒക്കെ ആയിട്ടുള്ളൊരു കോർഡിനേഷൻ കൂട്ടാൻ ശ്രമിച്ചു, എല്ലാവരെയും കൂടെ ഉൾക്കൊള്ളിച്ചുകൊണ്ട്. അതായത് ടു സോർട്ട് ഔട്ട് ദ പ്രോബ്ലം ഓഫ് കോർഡിനേഷൻ. നമ്മൾ നേരത്തെ പറഞ്ഞു അവർ തമ്മിലൊരു കോർഡിനേഷൻ ഇല്ലായ്മ ഉണ്ടായിരുന്നു. പ്രോപ്പറായിട്ട് പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻ വർക്ക് ചെയ്യാതിരുന്നതിൻ്റെ ഒരു കാരണമായിട്ട് നമ്മളത് പറഞ്ഞിരുന്നു. അങ്ങനെയുള്ള കോർഡിനേഷൻ്റെ പ്രോബ്ലം മാറ്റാൻ വേണ്ടിയിട്ട് വാട്ട് ഈസ് റിക്വയർഡ് ഈസ് ടു വേവ് ആൻഡ് ഡെവലപ്പ് എ ന്യൂ ആൻഡ് റെസ്പോൺസിബിൾ പാർട്ടിസിപ്പേറ്ററി കൾച്ചർ അറ്റ് ലോക്കൽ ലെവലിൽ ഒരു പാർട്ടിസിപ്പേറ്ററി കൾച്ചർ കൊണ്ടുവരാനായിട്ട് തീരുമാനിച്ചു. We said there should be necessary amendment in the Panchayat Raj and Municipal Act of various states, which is possible only if there is a strong political and administrative will. PRA and urban local bodies need to be made responsible both for planning and for implementation of development programs for the local community, and their capabilities in their regard need to be enhanced. അതായത് നമ്മൾ പറഞ്ഞ് എല്ലാ സ്റ്റേറ്റിലും നിയമങ്ങൾ ഒരുപോലെ അല്ലായിരുന്നെന്ന് പറഞ്ഞു PRIസിനുള്ള. അപ്പോൾ അവിടെ എന്ത് വേണം, അവർ കൃത്യമായിട്ട് കാര്യങ്ങൾ
പ്ലാൻ ചെയ്യാനും ഇംപ്ലിമെൻറ്റ് ചെയ്യാനും ആവശ്യമുള്ള നിയമങ്ങളൊക്കെ കൊണ്ടുവരണമെന്നും അതുപോലെ തന്നെ അവരുടെ റെസ്പോൺസിബിലിറ്റി ഈ അർബൻ ലോക്കൽ ബോഡീസ് PRIs അർബൻ ലോക്കൽ ബോഡീസ് അതായത് നഗരങ്ങളിലുള്ള ലോക്കൽ ബോഡീസും PRIസുമായിട്ടൊക്കെ ഒരു കോർഡിനേഷൻ വന്ന് അവരെ എല്ലാം കൂട്ടായി ചേർന്ന് പ്ലാനിങ് ഇംപ്ലിമെൻറ്റേഷനും ഒക്കെ ചെയ്യണമെന്നാണ് ഇതിൽ പറയുന്നത്. അടുത്ത ഇന്നോവേറ്റീവ് മെഷേഴ്സ് ടു ഇംപ്രൂവ് ദ ഫങ്ഷനിങ് ഓഫ് PRIs. നൂതനമായിട്ടുള്ള കുറേ മെഷേഴ്സ് അവരെടുത്തു PRIസിൻ്റെ ഫങ്ഷനിങ് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്. മെനി സ്റ്റേറ്റ്സ് ആർ എക്സ്പെരിമെൻറ്റിങ് വിത്ത് ഇന്നോവേറ്റീവ് മെഷേഴ്സ് ടുവേർഡ്സ് ഇംപ്രൂവിങ് PRIs. ഒരുപാട് സ്റ്റേറ്റ്സ് അങ്ങനെ ശ്രമിക്കുന്നുണ്ട്. ടു മെയിൻറ്റെയിൻ ട്രാൻസ്പെറൻസി ഇൻ ദ ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് റൂറൽ ഡെവലപ്മെൻറ്റ് സ്കീംസ് ഇൻ ദ സ്റ്റേറ്റ്. അതായത് ഈ സംസ്ഥാനങ്ങളിൽ റൂറൽ ഡെവലപ്മെൻറ്റ് ഗ്രാമീണ വികസനം കൊണ്ടുവരുന്നതിൽ ട്രാൻസ്പെറൻസി സുതാര്യത, അതായത് നമുക്ക് അഴിമതി നടന്നോ ഇല്ലയോ എന്ന് ഒക്കെ ഉള്ള സംശയങ്ങളൊക്കെ നിവാരണം അത് ചെയ്യാൻ കഴിയുന്ന രീതിയിൽ ഒരു സുതാര്യത അവിടെ കൊണ്ടുവന്നു. ഡെമോക്രാറ്റിക് ഡീസെൻട്രലൈസേഷൻ, നമ്മൾ നേരത്തെ പറഞ്ഞ അധികാര വികേന്ദ്രീകരണം നടത്തി. അങ്ങനെ കൊടുത്തപ്പോൾ ശരിക്കും പറഞ്ഞാൽ ലോക്കൽ പീപ്പിളിന് വോയിസ് ലഭിച്ചു, അവർക്ക് സംസാരിക്കാനുള്ളൊരു ഇടം കിട്ടി, അവരുടെ പ്രശ്നങ്ങളൊക്കെ സംസാരിക്കാൻ കഴിഞ്ഞു. ബട്ട് ഇറ്റ് റിക്വയർസ് എൻഹാൻസിങ് പാർട്ടിസിപ്പേഷൻ. പക്ഷേ എങ്കിൽ കൂടി അവിടെ എന്ത് വേണം? ആളുകളുടെ പങ്കാളിത്തം വേണം. എസ്പെഷ്യലി ബൈ ദ പീപ്പിൾ ഹൂ ആർ ഓഫൺ മാർജിനലൈസ്ഡ് ആൻഡ് ഇൻക്രീസിങ് ദ അക്കൗണ്ടബിലിറ്റി ഓഫ് പബ്ലിക് ഒഫീഷ്യൽസ് അറ്റ് ലോക്കൽ ലെവൽ. ഏറ്റവും കൂടുതൽ അങ്ങനെ ഇൻവോൾവ് ആകേണ്ടത്, ഞാൻ നേരത്തെ പറഞ്ഞില്ല, ഈ സമൂഹത്തിൽ അടിച്ചമർത്തപ്പെട്ട മാർജിനലൈസ്ഡ് ആയിട്ടുള്ള ഇപ്പോൾ ട്രാൻസ്ജെൻഡേഴ്സ്, പിന്നെ അംഗവൈകല്യം സംഭവിച്ചവർ, പിന്നെ വുമൺസ്, പിന്നെ ഷെഡ്യൂൾഡ് കാസ്റ്റ്, ഷെഡ്യൂൾഡ് ട്രൈബ്, അങ്ങനെയൊക്കെ ഉള്ളവർക്കാണ്. അവരെയൊക്കെയാണ് നമ്മളിതിൽ കൂടുതലായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യിക്കേണ്ടതും അവരുടെയൊക്കെ പ്രശ്നങ്ങളെയാണ് നമ്മൾ ആദ്യം തന്നെ ക്ലിയർ ചെയ്ത് വിടേണ്ടതും. പിന്നെ എന്താണ്, the need is to be appreciate the importance of making people aware and of educating them well organized educational programs. എന്തുകൊണ്ടുവന്നു അവരെ ബോധവൽക്കരിക്കുന്നതിൻ്റെയും അവരെ എഡ്യൂക്കേറ്റ് ചെയ്യിക്കുന്നതിൻ്റെയും പ്രാധാന്യം അനുസരിച്ച് എഡ്യൂക്കേഷണൽ പ്രോഗ്രാംസ് ഒക്കെ നടത്തി. In a way, participation needs to be initialized by the PRIs. On the whole, the functioning of PRIs in various states during the last 2 decades presents a mixed picture. It has provided an element of continuity and enlarged the participation process at the grassroots level. The periodic shuffling and reshuffling of leadership by way of regular elections and increase in the level of politicalization of local community will certainly ensure the success of PRIs in the foreseeable future. അതായത് അങ്ങനെ ഇന്നോവേറ്റീവ് മെഷേഴ്സൊക്കെ കൊണ്ടുവന്നപ്പോഴത്തേക്കും എന്ത് ചെയ്തു, PRIസിൻ്റെ മുഖചിത്രം തന്നെ മാറാൻ തുടങ്ങി. കുറച്ചും കൂടി നല്ല രീതിയിൽ അവർക്ക് ഫങ്ഷൻ ചെയ്യാൻ കഴിഞ്ഞു. എല്ലാ സ്റ്റേറ്റിലും PRIസിൻ്റെ പഴയ രീതിയിലുള്ള ഫങ്ഷനിൽ നിന്നും ഒരു നല്ലൊരു ഇൻക്രീസ് തന്നെ ഉണ്ടായി എന്ന് നമുക്ക് പറയാം. അതുപോലെ ഈ കഴിഞ്ഞ 2 ഡെക്കേഡ്സായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുമ്പം ഓരോ ലെവലിലുള്ള PRIസും അതിൻ്റെ ഗ്രോത്തിലൊരു കണ്ടിന്യൂവേഷൻ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതുപോലെ ഒരു വലിയ രീതിയിലൊരു ഹ്യൂജ് പാർട്ടിസിപ്പേറ്ററി കൾച്ചർ നമുക്കതിൽ കാണാൻ കഴിയുന്നുണ്ട്. ആളുകളെല്ലാം അതിൽ വരുന്നുണ്ട്. എല്ലാ മേഖലകളിൽ നിന്നുമുള്ള ആളുകളെ ഇൻക്ലൂഡ് ചെയ്ത് ഒരു ഗ്രാസ് റൂട്ട് ലെവലിൽ തന്നെ നമുക്ക് ഡെവലപ്മെൻറ്റ് കൊണ്ടുവരാനായിട്ട് കഴിയുന്നുണ്ട്. പിന്നെ പീരിയോഡിക്കായിട്ട് ഇലക്ഷൻ നടക്കുന്നുണ്ട്. അതുപോലെ ലോക്കൽ കമ്മ്യൂണിറ്റിയെ കൂടുതലായിട്ട് നമുക്ക് ഡെമോക്രസിയിൽ ഇൻവോൾവ് ചെയ്യിക്കാൻ കഴിയുന്നുണ്ട്. സ്ട്രെങ്തനിങ് ദ ഫിനാൻഷ്യൽ ബേസ് ഓഫ് PRIs. അടുത്ത മെഷർ എന്താണ്? PRIസിൻ്റെ ഫിനാൻഷ്യൽ, അതായത് അവരുടെ റവന്യൂ കൂട്ടിക്കൊണ്ടുവരിക അല്ലെങ്കിൽ സ്ട്രെങ്തൻ ചെയ്യുക. ദ ഡെവല്യൂഷൻ ഓഫ് ഫിനാൻഷ്യൽ റിസോഴ്സസ് ഇസ് അനദർ ഏരിയ ദാറ്റ് ഈസ് ഗെറ്റിംഗ് അറ്റൻഷൻ. As discussed earlier in this unit, the FFC has provided for a substantial increase in the quantum of resources to PRIs. Also, funds are directly being given to Gram Panchayat to deliver the basic services. The FFC has recommended giving 2 types of grant to PRIs. These are basic and performance grants. FFC എന്ന് പറഞ്ഞാൽ ദ 14th ഫിനാൻസ് കമ്മീഷനാണ്. 14ാമത്തെ ഫിനാൻസ് കമ്മീഷൻ PRIയുടെ ഗ്രാൻഡ് കൂട്ടണമെന്ന്, അവരെ സ്ട്രെങ്തൻ ചെയ്യണം, അവരുടെ ഫിനാൻഷ്യൽ ബേസ് സ്ട്രെങ്തൻ ചെയ്യണമെന്ന് റെക്കമെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. 14ാമത്തെ ഫിനാൻസ് കമ്മീഷൻ എന്ത് ചെയ്തു? ഒരു ശുപാർശ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്താണ്? PRIസിൻ്റെ ഫിനാൻസ് സ്ട്രെങ്തൻ ചെയ്യണമെന്ന്. അതിൻ്റെ ഫലമായിട്ട് പിന്നെ എന്ത് ചെയ്തു? നമ്മളുടെ PRIസിൻ്റെ ഫിനാൻഷ്യൽ ബേസ് കുറച്ചുകൂടി സ്ട്രെങ്തൻ ചെയ്തു. അവർക്ക് 2 രീതിയിലുള്ള ഫണ്ട് അലൗഡായി, ഗ്രാൻഡ് അലൗഡായി. ബേസിക് സർവീസസ് നടത്തുന്നതിനും പെർഫോമൻസ്
ഗ്രാൻഡ്, പെർഫോമൻസ് ഗ്രാൻഡ് എന്നും ബേസിക് ഗ്രാൻഡ് എന്നും പറഞ്ഞ് രണ്ട് രീതിയിലുള്ള ഗ്രാൻഡ് കിട്ടാൻ തുടങ്ങി ഈ FFCയുടെ റെക്കമെൻഡേഷനിലൂടെ. അതുപോലെ തന്നെ പഞ്ചായത്തുകൾക്ക് ബേസിക് ആയിട്ടുള്ള സർവീസസ്, അടിസ്ഥാനമായിട്ടുള്ള സേവനങ്ങൾ നൽകുന്നതിന് പ്രത്യേകം വേറെ ഫണ്ടൊക്കെ അനുവദിച്ച് അങ്ങനെ അവരുടെ ഫങ്ഷൻ ഇമ്പ്രൂവ് ചെയ്യാൻ കാരണമായി. അടുത്തത് കപ്പാസിറ്റി ബിൽഡിംഗ് ആണ്. The capacity building of the elected representatives is being done through several programs. അതായത് നമ്മൾ പറഞ്ഞു ഗ്രാമസഭയിലൊക്കെ നമ്മൾ എലക്റ്റഡ് റെപ്രസെൻറ്റേറ്റീവ്സ് ആണ് അവിടെ ഭരണം നടത്തുന്നത് അല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നതെന്ന് പറഞ്ഞു. അവിടെ ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, അവരുടെ ആ ഒരു കഴിവിനെ, കപ്പാസിറ്റിയെ നമ്മൾ എന്ത് ചെയ്തു, സ്ട്രെങ്തൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. The Ministry of Panchayat Raj through various schemes such as Rashtriya Gram Swaraj Yojana RGSY, Rashtriya Gram Swaraj Abhiyan, പിന്നെ പഞ്ചായത്ത് മഹിള ഇവം യുവശക്തി അഭിയാൻ ആൻഡ് സോ ഓൺ ആർ ദ അറ്റംപ്റ്റ്സ് ടു ബ്രിങ് ഇൻ മെക്കാനിസം ടു ബിൽഡ് ദെയർ കപ്പാസിറ്റീസ് ആൻഡ് എംപവർ ദം. അങ്ങനെയുള്ള എലക്റ്റഡ് റെപ്രസെൻറ്റേറ്റീവ്സിൻ്റെ കപ്പാസിറ്റീസ്, കഴിവുകളെയും അവരുടെ സ്ട്രെങ്തിനെയൊക്കെ എംപവർ ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ മെഷേഴ്സൊക്കെ കൊണ്ടുവന്നു. പിന്നെ എന്താണ്, സ്യൂട്ടബിൾ ട്രെയിനിങ് പ്രോഗ്രാംസ് ഒക്കെ കണ്ടക്ട് ചെയ്തു, ലീഡർഷിപ്പ് സ്കിൽസ് ഒക്കെ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ PRI ഫങ്ഷണറീസിന് എക്സ്റ്റെൻസീവ് ട്രെയിനിങ് ഒക്കെ കൊണ്ടുവന്നു. അങ്ങനെയാണ് കപ്പാസിറ്റി ബിൽഡിംഗ്. അടുത്ത കോർഡിനേഷൻ ബിറ്റ്വീൻ PRIs ആൻഡ് അതർ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അറ്റ് ഗ്രാസ് റൂട്ട് ലെവൽ. ഗ്രാസ് റൂട്ട് ലെവലിൽ ഞാൻ പറഞ്ഞു നേരത്തെ, ഇൻസ്റ്റിറ്റ്യൂഷൻസ് ചില NGOs ഒക്കെ ആയിട്ട് PRIs അല്ലെങ്കിൽ ലോക്കൽ ബ്യൂറോക്രസി ഒക്കെ ആയിട്ട് PRIസിന് എന്തില്ല, കോർഡിനേഷൻ ഇല്ലെന്ന് പറഞ്ഞു. അങ്ങനെ അത് കൊണ്ടുവരാനായിട്ടുള്ള എഫേർട്സ് ഒക്കെ നടത്തി. There are efforts being made for networking between PRIs and other NGOs, സെൽഫ് ഹെൽപ്പിംഗ് ഗ്രൂപ്പ്സ്, സ്വയം സഹകരണ സംഘങ്ങളും ഒക്കെ ആയിട്ടൊക്കെ ഒരു കോർഡിനേഷൻ കൊണ്ടുവരാനുള്ള ശ്രമങ്ങളൊക്കെ നടത്തി. For example, in Kerala, self-helping groups promoted by കുടുംബശ്രീ are working with the elected representatives. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു ഉദാഹരണം പറയാം. കേരളത്തിൽ പിന്നെ കുടുംബശ്രീയിൽ നിന്നുള്ള സഹകരണ സംഘങ്ങൾ എന്ത് ചെയ്യുന്നു, എലക്റ്റഡ് റെപ്രസെൻറ്റേറ്റീവ്സ് ആയിട്ട് കൂടി ചേർന്ന് പ്രവർത്തിക്കുന്നു. അതൊക്കെ ഒരു കോർഡിനേഷൻ്റെ ഭാഗമായിട്ട് നമുക്ക് എക്സാമ്പിളായിട്ട് പറയാം. മഹാരാഷ്ട്രയിലും ആസാമിലും രാജസ്ഥാനിലുമെല്ലാം ഈ കൺവെർജൻസ് ബിറ്റ്വീൻ PRI ആൻഡ് സെൽഫ് helping groups and community based organizations is taking place, facilitating monitoring of schemes and programs of ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രോഗ്രാംസും സ്കീംസും ഒക്കെ മോണിറ്റർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു, ഈ സഹകരണ സംഘങ്ങളും PRIസും ആയിട്ട് ഒരുമിച്ച് വർക്ക് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ, ഫങ്ഷനിങ് ഓഫ് പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് നമ്മൾ ആദ്യം പറഞ്ഞത്. അപ്പോൾ അവർക്ക് കൃത്യമായിട്ട് ഫങ്ഷൻ ചെയ്യാൻ കഴിയാത്തതിൻ്റെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മൾ ആദ്യം ചർച്ച ചെയ്തു. അതിനുശേഷം അത് എങ്ങനെയൊക്കെയാണ് അതിനെ തരണം ചെയ്തത്, എന്തൊക്കെ മെഷേഴ്സിലൂടെയാണ് എന്നുള്ളത് നമ്മൾ രണ്ടാമത് പറഞ്ഞു. എന്തൊക്കെയാണ്, ഇവോൾവിങ് എ പാർട്ടിസിപ്പേറ്ററി കൾച്ചർ ആൻഡ് സ്ട്രെങ്തനിങ് കോർഡിനേഷൻ ബിറ്റ്വീൻ PRIs ആൻഡ് അതർ ബോഡീസ് ഫങ്ഷനിങ് അറ്റ് ഗ്രാസ് റൂട്ട് ലെവൽ. ആദ്യം ഒരു പങ്കാളിത്തമായിട്ടുള്ള സംസ്കാരം കൊണ്ടുവന്ന് എല്ലാവരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് കാര്യങ്ങൾ നടത്തുന്നത്. രണ്ടാമത് ഇന്നോവേറ്റീവ് മെഷേഴ്സ് ടു ഇംപ്രൂവ് ദ ഫങ്ഷനിങ് ഓഫ് PRIs. പുതിയ നവീനമായിട്ടുള്ള മെഷേഴ്സ് കൊണ്ടുവന്നു പഞ്ചായത്ത് രാജിൻ്റെ ഫങ്ഷൻസ് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്. അടുത്തത് സ്ട്രെങ്തനിങ് ദ ഫിനാൻഷ്യൽ ബേസ് ഓഫ് PRIസിൻ്റെ ഫിനാൻഷ്യൽ ബേസ് സ്ട്രെങ്തൻ ചെയ്യാനായിട്ട് മെഷേഴ്സ് കൊണ്ടുവന്നു. പിന്നെ കപ്പാസിറ്റി ബിൽഡിംഗ് കൊണ്ടുവന്നു, സെവറൽ സ്കീംസ് കൊണ്ടുവന്നു, ലീഡർഷിപ്പ് സ്കില്ലൊക്കെ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ കോർഡിനേഷൻ ബിറ്റ്വീൻ PRIs ആൻഡ് അതർ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അറ്റ് ലോക്കൽ ലെവൽ. ഗ്രാസ് റൂട്ട് ലെവലിലുള്ള മറ്റുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് PRIs തമ്മിലുള്ള കോർഡിനേഷനൊക്കെ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് എഫേർട്ടുകൾ കൊണ്ടുവന്നു. ഇത്രയും കാര്യങ്ങൾ കൊണ്ടുവന്നപ്പോൾ എന്ത് ചെയ്തു, നമ്മുടെ ഇന്ത്യയിലുള്ള PRI ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ ഫങ്ഷനിൽ ഒരു വലിയൊരു ചേഞ്ച് തന്നെ ഉണ്ടായി. ഗ്രാസ് റൂട്ട് ലെവലിൽ നല്ല രീതിയിൽ കാര്യങ്ങൾ പ്ലാൻ ചെയ്യാനും ഇംപ്ലിമെൻറ്റ് ചെയ്യാനും ഡെവലപ്മെൻറ്റ് കൊണ്ടുവരാനും ഒക്കെ ആർക്ക് സാധിക്കുന്നു, PRI ഇൻസ്റ്റിറ്റ്യൂഷൻസിന് സാധിക്കുന്നു എന്ന് നമുക്ക് പറയാം. അപ്പോൾ ഇതോടുകൂടി ഈ ചാപ്റ്റർ തീരുവാണ്. അതിൻ്റെ നോട്ടും ഇതായിപ്പോൾ ഇടുന്നുണ്ട്. ഇതിനകത്ത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഇന്ന് തന്നെ ബാക്കിയുള്ള സമയം കിട്ടുന്നതനുസരിച്ച് യൂണിറ്റ് 14 യൂണിറ്റ് 15 ഒക്കെ ഞാൻ ഇടുന്നതായിരിക്കും. കൃത്യമായിട്ടുള്ള സമയം ഷെഡ്യൂൾ ചെയ്ത് എനിക്ക് പറയാൻ കഴിയത്തില്ല. കുറച്ച് പ്രോബ്ലംസ് ഒക്കെ ഉണ്ട് ഹെൽത്തുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള. ക്ലാസ് ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇനി വേണ്ട ക്ലാസ്സുകൾ കമൻ്റ് ഇട്ടാൽ എടുക്കുന്നതായിരിക്കും.